ഇയേഴ്സ് കിസാറ്റിൻ്റെ ബിടെക്കിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അല്ലേ. അപ്പോൾ കുറേ പേര് എനിക്ക് വളരെ കുറഞ്ഞ റാങ്കാണ് പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ ലാസ്റ്റ് റാങ്ക് നമുക്കൊന്ന് ആദ്യം നോക്കാം, എത്രയാണ് കിസാറ്റ് അലോട്ട് ചെയ്തേക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റേറ്റ് മെറിറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കാക്കര അലോട്ട് ചെയ്തേക്കുന്ന ജനറൽ കാറ്റഗറിയുടെ റാങ്ക് 94 കേട്ടോ. ETB 217, MSM 245, OBH 108, LCC 315, OBX കാറ്റഗറിയിൽ 385, DHVയിൽ 369, VSKയിൽ 117, PMCയിൽ 214, SCയിൽ 2078, STയിൽ 4324, EWS 733, NRIയിൽ 1693. ഇനി ഓൾ ഇന്ത്യ മെറിറ്റ്, അതായത് കുട്ടനാട് SOEയിൽ, അതായത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് SOE തൃക്കാക്കരയിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ അലോട്ട് ചെയ്തേക്കുന്ന ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് ജനറൽ കാറ്റഗറിയുടെ 273, ETBയിൽ 283, MSMൽ 348, OBHൽ 573, LCCയിൽ 686, DHVയിൽ 522, VSKയിൽ 676, KCയിൽ 4068, STയിൽ 8096, ഫിസിക്കലി ഡിസേബിൾ ആയിട്ട് DACയിൽ 9284, ചിൽഡ്രൻ ഓഫ് കിസാറ്റ് വർക്കേഴ്സ് 9003, CGWയിൽ 1696, EWS നമുക്ക് അലോട്ട് ചെയ്തേക്കുന്നത് ക്യുസെക്കിലാണ്. ക്യുസെക്കിൽ വന്നേക്കുന്ന EWS 2544, EWS സ്റ്റേറ്റ് മെറിറ്റ് ക്യുസെക്കാണ് വന്നേക്കുന്നത്. PHCയിൽ 9284, IDCയിൽ 15659, ആൻഡമാൻ റിസർവേഷനിൽ 7218. ഇനി കുസക്കിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് 711, ETB 1124, MSM 9038, OBH 866, LCC 1332, OBX 2427, KMP 8869, DHV 1741, VSK 1154, PMC 5566, SC 7147, ST 7051, NRI ക്യുസെക്കിൻ്റെ 3778, CS ഓൾ ഇന്ത്യ മെറിറ്റ് കുട്ടനാട് വന്നേക്കുന്നത് 1204, ETBയിൽ 1567, MSMൽ 1302, OBHൽ 1735, LCC 3901, DHV 2651, VSK 1224, SC 7661, ST 11882, DAC 17627, CHD 9699, PHC 17627. അത്രയാണ് വന്നേക്കുന്നത്. ഇലക്ട്രോണിക്സിലാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ SOയിൽ 262 വന്നിട്ടുള്ളൂ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ 410 വന്നേക്കുന്നത്. ക്യുസെക്ക് 1131, കുട്ടനാട് ഓൾ ഇന്ത്യ മെറിറ്റ് 1620 വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ SOE സ്റ്റേറ്റ് മെറിറ്റ് 361, ഓൾ ഇന്ത്യ മെറിറ്റ് SOE തൃക്കാക്കര 603, സ്റ്റേറ്റ് മെറിറ്റ് കുസെക്ക് 1744, EEE ഓൾ ഇന്ത്യ മെറിറ്റ് കുസെക്ക് 2068 ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറി 494 SOE വന്നേക്കുന്നത്. ഓൾ ഇന്ത്യ മെറിറ്റ് 818 വന്നേക്കുന്നത് SOയിൽ. ക്യുസെക്കിൽ സ്റ്റേറ്റ് മെറിറ്റ് 1608, ഓൾ ഇന്ത്യ മെറിറ്റ് IT ക്യുസെക്ക് വന്നേക്കുന്ന 1875 വന്നേക്കുന്നത്. ഓക്കെ, ഇനി ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ SOയിൽ വന്നേക്കുന്ന 665 സ്റ്റേറ്റ് മെറിറ്റ്. ഓൾ ഇന്ത്യ മെറിറ്റ് SOE വന്നേക്കുന്നത് 1078 വന്നേക്കുന്നത്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജനറൽ കാറ്റഗറി 475, ബിടെക് ഓൾ ഇന്ത്യ മെറിറ്റിൽ 960 വന്നേക്കുന്നത് കേട്ടോ. ETBയിൽ 726,
ഓൾ ഇന്ത്യ മാർച്ച് 1139 വന്നേക്കുന്നത്. നേവൽ ആർക്കിടെക്ചറിന് പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ നേവൽ ആർക്കിടെക്ചർ ആൻഡ് സേഫ്റ്റിയൊക്കെയാണ് വളരെ ചെറിയ റാങ്കിൽ അലോട്ട് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ ഈ വർഷത്തെ പ്ലേസ്മെൻ്റൊക്കെ കമ്പ്യൂട്ടർ സയൻസിൽ വളരെ മോശമായിരുന്നു കേട്ടോ. പിന്നെ മോഡലൊക്കെയാണ് അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റിൽ പോയുള്ളൂ. ഇപ്പോൾ ബിടെക് നേവൽ ആർക്കിടെക്ചറൊക്കെ 205 വന്ന് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് തൃക്കാക്കര 205 വന്നേക്കുന്നത്. ETV 272 MSM 340 ഒക്കെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വെബ്സൈറ്റിലെടുത്ത് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്ന് കഴിയുമ്പോൾ ഇവിടെ മുകളിൽ ഈ ഓറഞ്ച് കളറിലൊരു 3 ബാർ കാണൂലേ, നമ്മൾ ഫീ സ്ട്രക്ചറൊക്കെ നോക്കുന്ന ആ ഒരു ഇത് കാണൂലേ, അതിൽ ഡൗൺലോഡ്സിന് താഴെ ലാസ്റ്റ് റാങ്ക് എന്നുണ്ട്. ഡൗൺലോഡ്സിലാണ് നമ്മൾ ഫീ സ്ട്രക്ചർ നോക്കുന്നത്. ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിൻ്റെ ആണെങ്കിലും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെ ആണെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്ത ആ ഒരു PDF കാണാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.